പൊതിച്ചോറിൽ പോര് തുടരുകയാണ്. ആശുപത്രികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭക്ഷണ വിതരണം അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കുഴപ്പമുണ്ട്. മന്ത്രി ഈഗോ ഒഴിവാക്കണമെന്നാണ് മുഹമ്മദ് റിയാസ് MLA പറയുന്നത്. അല്ല, ഈ ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെൻറ്റും, മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് DYFI നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാകെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എത്ര പേർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, എത്ര പേർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് നല്ലൊരു പ്രവർത്തനമാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ പൊതിച്ചോറ് അനുവദിക്കാതിരിക്കരുത് എന്ന് P. രാജീവ്. സൗജന്യ ഭക്ഷണ വിതരണം അനുവദിക്കാതിരുന്നാൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്നും P. രാജീവ് പറയുന്നു. വലിയ അംഗീകാരം നേടിയ പ്രവർത്തനമാണല്ലോ DYFI കാഴ്ചവെച്ചത്. DYFI നടത്തിയ പ്രവർത്തനം പിന്നീട് പലരും മാതൃകയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പങ്കുചേർന്ന പ്രവർത്തനം കൂടിയാണ്. ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ അവർ കൊണ്ടുവന്നോട്ടെ. ഈ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് നല്ല പദ്ധതികൾ ഇല്ലാതാക്കിയാൽ അതിൻ്റെ ദോഷം ഗവൺമെന്റ് തന്നെയാവില്ലേ? ഭക്ഷണപ്പൊതി വിതരണം എന്തിനാണ് കോൺഗ്രസുകാർ തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് K. സുരേന്ദ്രൻ. പൊതിച്ചോറ് കഴിച്ചവരൊക്കെ അത് കൊടുത്തവർക്ക് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട K. മുരളീധരൻ ഉൾപ്പെടെ പലരും നിയമസഭ കാണുമായിരുന്നില്ല എന്നും K. സുരേന്ദ്രൻ പറയുന്നു. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, പൊതിച്ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. VS ഭരിച്ച ദിവസം പോലും പൊതിച്ചോറ് മുടക്കിയിട്ടില്ല DYFI. അതാണ് വസ്തുത. അപ്പോൾ K. മുരളീധരൻ എന്തുകൊണ്ടാണ് ഇതിലൊരു ശാഠ്യം പിടിക്കുന്നത്? എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത്? കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ എല്ലാ ആശുപത്രികളിലും ഒക്കെ നടപ്പാക്കുക, അത് സാധ്യമായ കാര്യമാണോ? അതിന്റെ ചെലവ് എത്രത്തോളം ഉണ്ട്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ സർക്കാർ? അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നു ആരോഗ്യവകുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആശുപത്രികളിൽ ആഹാരം കൊടുക്കുന്ന കാര്യത്തിന് എല്ലാവരും ഒരുപോലെ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും അനുകൂലിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഈ ബാനറുകളും ഈ ആശുപത്രി പരിസരം രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കരുത് എന്നുള്ളതൊക്കെയാണ് K. മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം ആദ്യമായി പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ആ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുന്നു, അവിടെ ഇനി ബാനറുകൾ വച്ചുള്ള ഒരു പൊതിച്ചോറ് വിതരണവും അനുവദിക്കില്ല. പൊതിച്ചോറ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുക്കണം. പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ മറ്റ് ആശുപത്രികളിലൊക്കെ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കുപോക്കിലേക്ക് ഇതുവരെ സർക്കാർ എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക തീരുമാനം വന്നിട്ട്, പക്ഷേ UDFന്റെ നയമാണ് ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയും ഈ ഒരു പോര് തുടങ്ങിയ ഒരു വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വിവാദമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആരോഗ്യവകുപ്പ് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു വിഷയം പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഒരുപോലെ ഇതിനെ എതിർക്കുന്നുണ്ട്. അതായത് UDFന്റെ ഈ നിലപാടിനെതിരെ LDFന്റെ ഭാഗത്തുനിന്നും എതിർപ്പ് വരുന്നുണ്ട്, BJPയുടെ ഭാഗത്തുനിന്നും എതിർപ്പ് വരുന്നുണ്ട്. കാരണം ആശുപത്രികളിൽ, ആലപ്പുഴ മാത്രമല്ല എല്ലാ ആശുപത്രികളും DYFIയുടെ നേതൃത്വത്തിൽ ഈ പൊതിച്ചോറ് വിതരണമൊക്കെ നടക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അവർ അത് ഭംഗിയായി ചെയ്തു പോകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് അവർക്കും ചോദിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാനുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിവാദം ഒഴിവാക്കാമായിരുന്നു. ശരി.